ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കിലെ പൊരുത്തക്കേടുകൾ വിമർശനം ശക്തമാകവേ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ദേവസ്വം മന്ത്രി. പണം തിരിച്ചടച്ചതിന് രേഖയുണ്ടെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. എന്നാൽ കോടികളുടെ വെട്ടിപ്പാണെന്നും ഉത്തരവാദികൾ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയുമാണെന്ന ആരോപണം പ്രതിപക്ഷം കടുപ്പിച്ചിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കിലെ പൊരുത്തക്കേടിനെ ചൊല്ലി ദേവസ്വം മന്ത്രിക്കെതിരെ അവകാശ ലംഘന നീക്കമടക്കം പ്രതിപക്ഷം നടത്തുന്നതിനിടെയാണ് വീഴ്ചയില്ലെന്ന് ആവർത്തിച്ച് ദേവസ്വം മന്ത്രി രംഗത്തെത്തിയത്. ദേവസ്വം ബോർഡിന്റെ പണം തിരിച്ചടച്ചതിന് രേഖയുണ്ടെന്ന് വി.എൻ. വാസവൻ ഉറപ്പിച്ചു പറയുന്നു. 17/10/2025 കൃത്യമായി ദേവസ്വം ബോർഡ് ആ 3 കോടി രൂപ റീകൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് രേഖയാണ്. എന്നാൽ കണക്കിലെ പൊരുത്തക്കേടുകൾ സർക്കാരിനെതിരെ മൂർച്ചയേറിയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കോടികളുടെ കൊള്ളയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത്. കൈകഴുകി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം മന്ത്രി ശ്രമിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പെന്നായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം. ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയൊരു വെട്ടിപ്പായി മാറി എന്നുള്ളത് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് തലയൂരാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗിമ്മിക്കൊന്നും നടക്കാൻ പോണില്ല. ദേവസ്വം ബോർഡിന്റെ പണം കൊള്ളയടിച്ചെന്ന് കെ. മുരളീധരനും സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനമായ അഴിമതിയാണ് നടന്നതെന്ന് സണ്ണി ജോസഫും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.